നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി 26 തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഉത്രം 2-ാം പാദം. ചന്ദ്രൻ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു. ഓരോ കൂറുകാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ പൊതുവെ ഇവർക്ക് സാമ്പത്തികമായ നേട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഉദര സംബന്ധമായ, അതായത് വയർ സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നവർക്ക്, അജീർണമോ അല്ലെങ്കിൽ ദഹനക്കേടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗ്യാസ്ട്രിക് ഇറിറ്റേഷനോ ഉണ്ടായിരുന്നവർക്ക് ഇന്ന് താൽക്കാലികമായിട്ടെങ്കിലും ആശ്വാസം കിട്ടുന്നു. അതുപോലെ കടബാധ്യതയിൽ നിന്നും മോചനം, തങ്ങൾക്ക് വായ്പ ലഭിക്കാനുള്ള സാധ്യത ഇന്നുണ്ട്. ഓർക്കാപ്പുറത്ത് പണം കിട്ടാനുള്ള സാധ്യത കാണുന്നു. ചിലപ്പോൾ അത് ഭാഗ്യക്കുറിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ തങ്ങൾ അപേക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് ശരിയായി വരികയോ ചെയ്യാം. ശത്രു മിത്രമാകുന്നൊരവസ്ഥയാണ്. സ്വന്തം ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ പുതിയ സന്തോഷകരമായ അനുഭവങ്ങൾ ഇന്നിവർക്ക് സാധിക്കും. ഇടവം രാശി. കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര അടങ്ങുന്ന ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം 5-ലെ ചന്ദ്രൻ്റെ സഞ്ചാരം കൊണ്ട് സാമ്പത്തികമായി ചെറിയ ചില ബാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായോ പഠന സംബന്ധമായോ ആയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധികമായ ചിലവ് ചെയ്യേണ്ടി വരാം. അതിനുവേണ്ടി കടം വാങ്ങേണ്ടി മറ്റോ വരിക ചെയ്യാം. അത്തരം കാര്യങ്ങളിൽ ചെറിയ വ്യസനമുണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ യാത്രയും അതുപോലെ തന്നെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദോഷമൊന്നും കാണുന്നില്ല. സാമ്പത്തികമായി വായ്പ ലഭിക്കുന്നുണ്ട്. അത് തങ്ങളുടെ മക്കളുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ആവശ്യത്തിനോ പ്രയോഗിക്കേണ്ടി വരുന്നത് കൊണ്ടുണ്ടാകുന്ന ചില വൈമനസ്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പ്രത്യേകിച്ചും സാമ്പത്തികമായി മാത്രമാണ്. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിനൊക്കെ ഫലങ്ങൾ നിവർത്തിക്കാൻ സാധിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് ഭാഗികമായി ഇന്നത്തെ ദിവസം ഇടവം രാശിക്കാർക്ക് ഗുണകരമാണ്. മിഥുനം രാശി. മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിലുള്ളത്. മിഥുനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം മാതാവുമൊത്ത് പുറത്ത് സഞ്ചരിക്കാൻ ഇടവന്നേക്കാം. എന്നാൽ മാതാവിന് നേരിയ തോതിലുള്ള ശാരീരികമായ അവശത കാണുന്നു. പ്രത്യേകിച്ചും നട്ടെല്ല് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ലോവർ അബ്ഡമിൻ ഭാഗത്തോ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം വയോധികരായ അവരുമായിട്ട് യാത്ര ചെയ്യുവാൻ. അടുത്ത ഏറ്റവും വലിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ഒരു ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് അവർക്ക് പുതിയ ശ്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ പൊതുവെ ഇവർക്ക് അനുകൂലമാണ്. പുതിയ വാഹനം എത്തിച്ചേരാം. അറ്റകുറ്റപ്പണി മാറി അത് വീണ്ടും ആരംഭിക്കാൻ സാധിക്കും. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഊർജ്ജസ്വലമായ ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. പഴയ ആലസ്യത്തിൽ നിന്നൊക്കെ മനസ്സ് സടകുടഞ്ഞെണീറ്റ് ഊർജ്ജസ്വലമാകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖലയിൽ വളരെ കാര്യക്ഷമമായ ഒരു പ്രവർത്തനം ഇന്ന് അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അത് വളരെ വലിയൊരു സാമ്പത്തിക നേട്ടമായി പരിണമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമാണ്. മറ്റുള്ളവരുടെ മേൽ തങ്ങളുടെ ഇംപ്രഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് സഹപ്രവർത്തകരുടെ ഇടയിലും മേലധികാരികൾക്ക് മുൻപിലും ഇവരുടെ സൽപ്പേര് വർദ്ധിക്കുന്നു, വ്യക്തിത്വം വർദ്ധിക്കുന്നു. സാമ്പത്തികമായ ഗുണം, പ്രവർത്തനത്തിൽ വിജയം, ബന്ധുമിത്രാദികളുമായി സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വാക്ക് അല്പം ശ്രദ്ധിച്ചു വേണം ഇന്നത്തെ ദിവസം പുറപ്പെടുവിക്കുവാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ മാനസികമായി സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിൽ സംസാരിക്കേണ്ടിയോ വരുന്ന സന്ദർഭങ്ങളുണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായി മാറി നിൽക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിപരമായി പ്രായോഗികമായി കാര്യങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇന്ന് ശത്രുതാ മനോഭാവത്തോടെ പലരും തങ്ങളുടെ മേൽ തട്ടിക്കയറുവാനുള്ള സാധ്യതയുണ്ട്. യാത്ര ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് ഭാഗികമായി ഇന്നത്തെ ദിവസം ചിങ്ങം രാശിക്കാർക്ക് ഗുണകരമാണ്. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ദിവസമാണെന്ന്. കുറേ നാളുകൾക്ക് ശേഷം മനസ്സിന് ആരോഗ്യമുള്ളൊരു ദിവസമെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളോട് അങ്ങേയറ്റം പോസിറ്റീവായ ആഭിമുഖ്യം ഇന്നിവർ പുലർത്തും. സാമ്പത്തികമായ നല്ല നേട്ടം കാണുന്നു. തരാൻ മടിച്ചു നിന്നിരുന്നവർ പോലും തങ്ങളിലേക്ക് സാമ്പത്തികമായൊരു ഒഴുക്ക് വരുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇന്നത്തെ ദിവസം ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ഗുണം കാണുന്നു. പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ അവർക്ക് പ്രവർത്തന മേഖലയിൽ തങ്ങളുടെ വ്യക്തിത്വം സമർപ്പിക്കാൻ സാധിക്കുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ട്. ബന്ധുമിത്രാദികളോട് നല്ല രീതിയിൽ സഹവസിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുവെ ഇന്നത്തെ ദിവസം ഗുണകരം തന്നെയാണ്.
തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വീടുപണിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ സാമ്പത്തികമായി അധിക ചെലവ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അത് പിന്നീട് ആലോചിക്കുമ്പോൾ അതൊരു പക്ഷേ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു ചിലവാണ് കാണുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പണം നഷ്ടപ്പെടലിന് സാധ്യത കാണുന്നുണ്ട്. തങ്ങളെ കബളിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നു. തങ്ങളുടെ പ്രവർത്തന മേഖലയിലായാലും ശരി, അല്ലെങ്കിൽ തങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലായാലും ശരി, ആളുകൾ ചിലപ്പോൾ കബളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഓരോ കാര്യത്തിലും ഏറ്റവും വിശ്വസ്തരെ കൂടെ നിർത്താൻ ശ്രമിക്കുക. യാത്ര ചിലപ്പോൾ തടസ്സപ്പെട്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നേക്കാം. ജലജന്യമായ അസുഖങ്ങളും ബാധിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ ഗുണമുള്ള ദിവസമാണ്. പ്രവർത്തനങ്ങളിലും ഇന്ന് ഇവർക്ക് നല്ല വിജയം കൊയ്യാൻ സാധിക്കുന്ന ദിവസമാണ്. ഇന്ന് തൊടുന്നതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ഒരു ദിവസമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 11-ലെ ചന്ദ്രൻ സർവാഭീഷ്ടമാണ്. 3-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ഇവർക്ക് മനസ്സിനും ശരീരത്തിനും വളരെ ഊർജ്ജസ്വലതയും ഉന്മേഷവും സമ്മാനിക്കും. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ ഇവർക്ക് ഇടപെടാൻ സാധിക്കുന്നു. സാമ്പത്തികമായ ഗുണം, യാത്ര കൊണ്ട് ഗുണം, അന്ന് പോയി അന്ന് തന്നെ മടങ്ങി വരുന്ന ഹ്രസ്വ യാത്രകൾ കൊണ്ട് ഇന്നിവർക്ക് വലിയ ഗുണം കാണുന്നു. പൊതുവെ ഗുണകരം വൃശ്ചികം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മസ്ഥാനത്താണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ ഇഷ്ടപ്പെട്ട രാശിയിലല്ല നിൽക്കുന്നതെന്നൊരു കാര്യമേ ഉള്ളൂ. ഇഷ്ടപ്പെടാത്ത ചില ജോലികൾ ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ പോലും അതിൽ ഏറ്റവും ആത്മാർത്ഥമായും അതുപോലെ വളരെ കാര്യക്ഷമമായും ഇന്ന് ഈ നക്ഷത്രക്കാർ അവരുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കും. അത് അവരെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇടയിലെ മതിപ്പ് വർദ്ധിപ്പിക്കും. പ്രതിബന്ധങ്ങളെ എതിർത്തുകൊണ്ടും തങ്ങളുടെ ജോലിയിൽ നല്ല രീതിയിൽ വ്യാപരിക്കുന്നത് കൊണ്ട് അവർക്ക് അതിന് തക്കവണ്ണമുള്ള സാമ്പത്തിക ഗുണമുണ്ടാകും. യാത്രാഗുണം അല്പം ക്ലേശകരമാണെങ്കിൽ പോലും അത് വിജയത്തിലെത്താൻ സാധിക്കുന്നതാണ്. കാൽമുട്ടിന് ചെറിയ അവശതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുമായി നല്ല രീതിയിൽ സഹവസിക്കുന്നൊരു ദിവസം കൂടിയാണെന്ന്. പൊതുവെ ഗുണകരം. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. പിതാവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീട്ടിൽ കാരണവസ്ഥാനത്തുള്ളവരുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്ര ചിലപ്പോൾ മുടങ്ങിയേക്കാം. പ്രത്യേകിച്ചും വിദേശ സംബന്ധമായ പഠനവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ നാട്ടിൽ ചെയ്യുന്ന ചില കടലാസു വർക്കുകൾക്ക് ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ അടുത്ത ദിവസങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ്. ആശ്വാസത്തിന് വക നൽകുന്ന തരത്തിലാണ് ചന്ദ്രൻ്റെ നിലപാട്. അച്ഛന് ചെറിയ അല്ലെങ്കിൽ പിതാവിന് ചെറിയ ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. കുംഭം രാശി. അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം സാമാന്യന് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ കാണുന്നു. സാമ്പത്തികമായി അവർക്ക് അപ്രതീക്ഷിതമായി ധനം വരുമെങ്കിലും അത് കാര്യങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ തികയണമെന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ചില സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇവർക്ക് സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. ശാരീരികമായ അവശത അപ്പോഴും ഇവരെ പിന്തുടരുന്നതായിട്ട് കാണാം. ചെറിയ മനസ്സിന് വിഷമവും ഉണ്ടാകും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കലഹമോ പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ശല്യമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളിലും ഇടപെടുക, പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ട്. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം കൂടുതൽ ഗുണകരമാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അഭിലഷിച്ചിരുന്ന കാര്യം എന്താണോ അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹ നിവർത്തിക്കായി ഇന്നിവർക്ക് വലിയ ഒരു വിജയം കാണുന്ന തരത്തിലുള്ള നിമിഷങ്ങളാണ് സമ്മാനിക്കുക കാലം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പൊതുവെ ഇവർക്ക് ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ ഇവർക്ക് ഇവരുടെ മനസ്സർപ്പിക്കാൻ സാധിക്കുന്നത് കൊണ്ട് സംതൃപ്തി ലഭിക്കുന്നൊരു ദിവസം കൂടിയാണെന്ന്. മറ്റുള്ളവരുമൊത്ത് സഹവസിക്കുന്നതിലും കുടുംബാംഗങ്ങളൊത്തും സഹധർമ്മിണിയൊത്തുമൊക്കെ സഹവസിക്കുന്നതിലും ഇന്ന് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.